സാറിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം പ്രിപ്പറേഷൻ ഇപ്പം നമ്മൾ അല്ലാതെയും ഓഫ് ദ റെക്കോർഡും നമ്മൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ കുറേ നാളായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ഒത്തിരി യങ്സ്റ്റേഴ്സാണ് ഈ സിവിൽ സർവീസ് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ. ഇത്ര ലക്ഷം ആൾക്കാരിൽ നിന്നും വരുമ്പോൾ വലിയൊരു കോമൺ മാൻസ് ആഗ്രഹമാണ് ഒരു സർവീസിൽ ജോയിൻ ചെയ്യണം, സെർവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ സാറ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പോയിന്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇതെവിടെയോ ഒരു ട്രാപ്പായി മാറുന്നുണ്ട്. നമ്മുടെ വർഷം ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട്, ഒരു അറ്റംപ്റ്റ് കിട്ടുന്നില്ല, 2 അറ്റംപ്റ്റ് കിട്ടുന്നില്ല, 3ാമത്തെ അറ്റംപ്റ്റ് കിട്ടുന്നില്ല. സാറിന് ഡെഫിനറ്റ്ലി ആ സമയമാകുമ്പോൾ സാറിൻ്റെ വാശി ആക്ടിവേറ്റ് ആയി, സാറിൻ്റെ വാശി ട്രിഗർ ചെയ്ത് സാറിന് സർവീസ് കിട്ടി. 4, 5, 6 ഇപ്പോൾ 6 അറ്റംപ്റ്റ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിന്, റിസർവേഷൻ ഉള്ളവർക്ക് അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സും ഉണ്ട്. ഇതൊക്കെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു ഫിക്സേഷൻ ഉണ്ട്, ഇതെനിക്ക് വേണം എന്നുള്ളത്. സോ ഡു യു തിങ്ക് ഇസ് ഇറ്റ് വർത്ത് യുവർ ടൈം എന്ന് സാറിൻ്റെ ഒരു ഡെഫിനറ്റ്ലി ഒരു പൊസിഷൻ ഇരുന്ന് നോക്കുമ്പോൾ അതെങ്ങനെയാണ് സാറ് വിഷ്വലൈസ് ചെയ്യുന്നത്? അതിന് 2 ആസ്പെക്റ്റ് ഉണ്ട്. അതായത് ഒന്ന്, ഈ പറഞ്ഞ പോലെ ദർ ഇസ് നോ സെൻസ് ഇൻ വേസ്റ്റിംഗ് യുവർ ലൈഫ്. യു ട്രൈ ഫോർ ഇറ്റ് വൺസ് ഓർ ട്വൈസ് ഓർ ത്രൈസ്. അത് the fact that you don't make it doesn't mean that you are any lesser by any measure, that you don't deserve it or that you are a lesser person in any level of competence. It doesn't mean that. I can honestly say, എൻ്റെ കൂടെ പഠിച്ചിരുന്ന പലരും എന്നെക്കാളും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളവരുണ്ട്. അവർക്ക് ലക്ക് ഇസ് എ മേജർ ഫാക്ടർ. ബിക്കോസ് 3 കടമ്പയുണ്ട്. അപ്പോൾ അതിനകത്ത് ലക്ക് ഇസ് എ മേജർ ഫാക്ടർ. അപ്പോൾ അവർ അതിനുശേഷം ഇപ്പോൾ BSSCയുടെ സെക്കൻഡ് ആയ ഒരു കക്ഷിയുണ്ട്. ഞങ്ങൾ സെയിം ഇയർ ഇൻ സ്കൂൾ, ഞങ്ങൾ ഒന്നിച്ചാണ് പ്രിലിമിനറിക്ക് പഠിച്ചത്, മെയിനിന് പഠിച്ചത്. ഹീ ഡിഡ്ന്റ് ഗെറ്റ് ത്രൂ. പക്ഷേ ഈ റോസ് അപ്പ് ദ റാങ്ക്സ്. എന്നിട്ടിപ്പോൾ ഈസ് പ്രിൻസിപ്പൽ ഓഫ് സം കോളേജ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ഇറ്റ് ഡിഡ് എക്സലൻ്റ്ലി വെൽ. ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു കരിയർ. അതുപോലെ വേറൊരാൾ ഗൾഫിൽ പോയി നന്നായി. അപ്പം ഇറ്റ്സ് നോട്ട് എ ടെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി ഓർ കേപ്പബിലിറ്റി ഓർ യുവർ ക്വാളിറ്റി. അത് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ ഇതിന് വേറൊരു ആംഗിൾ ഉള്ളത്, ആക്ച്വലി വേറെ ഒരു ഡിഗ്രി വെച്ച് വാട്ട് യു ഗെറ്റ് ഇസ് എ ലോട്ടറി. ഓക്കെ, മനസ്സിലായില്ലേ? ഐ വാസ് ജസ്റ്റ് എ BCom ഗ്രാജുവേറ്റ് വെൻ ഐ ഗെറ്റ് ഇൻ ടു ദ ജോബ്. അതായത് സോ ജസ്റ്റ് ഇമാജിൻ, ഈ പറഞ്ഞതുപോലെ ഒരു MBBS MD ഒക്കെ എടുത്തിട്ട് ഇതിനകത്ത് കഷ്ടപ്പെട്ട് 2-3-4 കൊല്ലം കഴിഞ്ഞ് ചാടി വരുന്നു. ഞാൻ വെറും BCom വെച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചാടുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആക്ച്വലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതായത് ഒരു വെറും ഗ്രാജുവേഷൻ വെച്ച് യു ക്യാൻ ഗെറ്റ് ഇൻ. അപ്പോൾ ദെൻ വെൻ യു ഹാവ് ഓൾറെഡി സ്പെൻഡ് ലോട്ട് ഓഫ് യുവർ formative years in studying some specialization, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ചാടുമ്പോൾ ദാറ്റ് ബോയിൽസ് ഡൗൺ ടു എ ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് ഡു യു വാണ്ട് ഫ്രം ലൈഫ്. നമുക്ക് അതൊരു ഐഡിയ വേണം. നമ്മൾ എന്താണ് നമുക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കാലത്തൊക്കെ പഠിക്കുക, ഒരു ജോലി വാങ്ങിക്കുക, പാരൻസിൻ്റെ എന്നുള്ള ബർഡൻ ഒഴിവാക്കുക, ജോലി വാങ്ങിച്ച് പിന്നെ ജീവിതം സെറ്റപ്പ് ആക്കുക, കല്യാണം കഴിക്കുക. അങ്ങനെ ജോലിയിലിരുന്നപ്പോഴാണ് വേറെ ചിലർ കുറച്ചുകൂടെ നല്ല ജോലിയായി നമ്മളങ്ങോട്ട് ചാടി. അപ്പോൾ അത് അന്നത്തെ ലെവൽ ഓഫ് പ്രോഗ്രഷൻ അതാണ്. ഇപ്പോൾ പക്ഷേ പലരും അർജുൻ പറഞ്ഞാൽ ഇതിനകത്തൊരു ഫാസിനേഷനാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആസ് പേയിങ് ആസ് എനി ഓഫ് ദ അതർ ജോബ്സ്. അപ്പം ഒരു ടെക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഇൻ പ്രൈവറ്റ് സെക്ടർ യു ക്യാൻ ഗെറ്റ് മച്ച് മോർ. പക്ഷേ ഇതിൽ തരുന്ന അതോറിറ്റിയും ആക്സസും ഇസ് ട്രെമൻഡസ്. യു ഹാവ് നോ ആൻസേഴ്സ് ഫോർ ദാറ്റ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇഫ് യു വോണ്ട് ടു ഡു ജസ്റ്റിസ് യു ഹാവ് ടു സഫർ എ ലോട്ട്. ഈ പറഞ്ഞാൽ ഇറ്റ്സ് എ സർവീസ്. You have to really, you should really be willing to grind, put your nose to the grinder and work. നേരെ മറിച്ച് പ്രൈവറ്റ് സെക്ടറിൽ ഉഴപ്പാൻ പറ്റില്ല. You are answerable every second. You are answerable and എപ്പോൾ വേണമെങ്കിലും. പക്ഷേ ഇവിടെ സിസ്റ്റം ഗിവ്സ് യു എ ലോട്ട് ഓഫ് ലീവേ. ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ സെഷനിലും എത്ര പേര് കേസുണ്ട്, എത്ര പേര് വിജിലൻസ് എൻക്വയറി ഉണ്ടെന്നൊക്കെ നോക്കുമെങ്കിലും 10-15 കൊല്ലം കഴിയുമ്പോഴും നമ്മളൊക്കെ അവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, ദാറ്റ്സ് എ ഹിഡൻ ഡിഫറൻസ് ആക്ച്വലി. ദാറ്റ്സ് എ ഹിഡൻ ഡിഫറൻസ്. ഇറ്റ് ഗിവ്സ് യു എൻ ഇമ്മൻസ് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ. അപ്പോൾ അതൊരു ചാമ്പാണ്. പക്ഷേ I would say there, let us say, more superior levels of justice will work if you enjoy all this and don't do what you should do. Somebody is keeping accounts എന്നുള്ളതാണ് എൻ്റെ ഫിലോസഫി. പക്ഷേ അതിലെ ബേസിക് ഡിഫറൻസ് ആണ്. One, you should know what you want to do out of your life. So beyond, let us say, 3-4 attempts, it doesn't mean anything to you. It doesn't mean that you are incapable എന്നുള്ളതല്ല. പലരും അങ്ങനെയാണ് എടുക്കുന്നത്, ഒരു പേഴ്സണൽ ഇതായിട്ടാണ് എടുക്കുന്നത്. ഞാൻ എന്നെ പ്രൂവ് ചെയ്തിട്ടില്ല, പ്രൂവിന് വേണ്ടി വർഷങ്ങൾ സ്പെൻഡ് ചെയ്ത് end up nothing. അതെ. അതുപോലെ തന്നെ 21-22 വയസ്സിൽ സർവീസ് കയറുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ 30 വയസ്സിലും 32 വയസ്സിലും ഒക്കെ സർവീസ് കയറിയ യു ആർ ഹാവിങ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് 11 years.
അപ്പോൾ അത് ശരിക്കും എഫക്റ്റ് ചെയ്യൂ നമ്മുടെ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. അത് പിന്നെ നമ്മുടെ ഒരു ബേസിക് പേഴ്സണാലിറ്റിയുടെ മോഡലേ. അപ്പോൾ ലെറ്റ് സേ യു ആർ 30-32 ആൻഡ് യു ജോയിൻ ആൻഡ് ദ പേഴ്സൺ സിറ്റിംഗ് അബോവ് യു ഇസ് ഓൺലി 22 അല്ലെങ്കിൽ മാക്സിമം 25 ആൻഡ് യു ഫിസിക്കലി തന്നെ എൽഡർ പേഴ്സൺ ആൻഡ് എ യങ്ങർ പേഴ്സൺ. I see you as a younger person, you see me as a older person. അപ്പോൾ അതിനകത്ത് ഒരുപാട് സൈക്കോളജിക്കൽ തിയറീസ് അതിനകത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് സഹിക്കല്. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു പുട്ട് അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്. പിന്നെ നമ്മുടെ കരിയർ പ്രോഗ്രഷൻ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും യു വിൽ ബി ഓവർടേക്കൺ ബൈ പീപ്പിൾ യങ്ങർ ദാൻ യു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ യു വോണ്ട് റീച്ച് ദ ടോപ്പ്. Even if you reach somewhere near the top, you will be jettisoned because there will be more younger, more capable people around. അപ്പോൾ അങ്ങനെ കുറേ ഫ്രസ്ട്രേഷൻസ് അതിനകത്തുണ്ടാവും. അല്ല ഇനി ഒരു പബ്ലിക് സർവീസ് തന്നെ വേണമെന്ന് അത്ര ഒരു അത് ജെനുവിൻ ഒരു നീഡുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ എന്നാലും മൈ പേഴ്സണൽ ഐഡിയ വുഡ് ബി, ഇഫ് ഐ ടെൽ മൈ ചിൽഡ്രൻ, I would say don't do more than 3 attempts. 4 attempts is the maximum, because by 4 attempts, like we were discussing, you have already spent 6 years of your life. 6 years is too much. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ 6 years കൊണ്ട് നമ്മുടെ ചോസൺ പ്രൊഫഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന യു ഗെറ്റ് എ മച്ച് ബെറ്റർ കരിയർ അതർവൈസ്. അതെ 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 അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ചോയ്സ് നമ്മൾ അതിൻ്റെ ആ പെർക്സ് മാത്രം നോക്കി ചൂസ് ചെയ്യുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ബെനിഫിഷ്യൽ. ദാറ്റ്സ് വെൽ ടേക്കൻ ഐഡിയ സർ. എനിക്ക് തോന്നുന്നു അത് കറക്റ്റുമാണ് സാറിന് ഇത്ര എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ. പക്ഷെ എന്നാലും ഒരുപാട് ഈ പ്രിപ്പറേഷൻ സൈക്കിൾ ഇപ്പോൾ ഏജ് ലിമിറ്റ് ഒക്കെ കൂട്ടിയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ജോലിയൊക്കെ ചെയ്ത് മടുത്ത് ഇനി ഒരു കരിയർ സിവിൽ സർവീസിലേക്ക് എടുക്കാം എന്ന് പറഞ്ഞു വരുമ്പോൾ 30, 31, 32 ലാസ്റ്റ് അറ്റംപ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡ് സം ഓഫ് ദം എൻഡ് അപ്പ് സക്സസ്ഫുൾ ഓൾസോ. ബാക്കിയുള്ളവർക്ക് അതൊരു പക്ഷെ പരീക്ഷ സക്സീഡ് ചെയ്താലും ദ ജോബ് ഇസ് ദ സെയിം. ഐ മീൻ വേർ എവർ യു ആർ, യു ഹാവ് ടു വർക്ക് ആൻഡ് യുവർ കമ്മിറ്റ്മെൻറ്റ്, യുവർ ഹാർഡ് വർക്ക്, യുവർ പെർസിസ്റ്റൻസ്, എവറിത്തിങ് മാറ്റേഴ്സ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടും if you are not applying yourself, you will exist, you may get a lot of benefits, പക്ഷേ you will be doing a lot of indirectly you will be doing a lot of harm to the system and to the society. I mean അതൊരു ഈ പറഞ്ഞ പോലെ I am not pontificating, that is a fact. If you realize that once you come in, ഇത് നമുക്ക് പറ്റുന്നത്ര എനിക്ക് എടുക്കാൻ പറ്റുന്ന എഫർട്ടിനേക്കാളും കൂടുതലാണെന്ന് തോന്നിയാൽ there is no sense in then being there. പക്ഷേ ഒരുവിധം കമ്മിറ്റ്മെൻറ്റുള്ള എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ലൈക്ക് യു സെഡ് വെരി റെലവൻ്റ്ലി നമ്പർ ഓഫ് സീറ്റ്സ് ആർ ലിമിറ്റഡ്. നമ്മുടെ അടുത്ത് ഫെയിലിയർ വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും, ഓരോ പ്രിപ്പറേഷൻ കഴിയുമ്പോൾ ഒരു പ്രിപ്പറേഷൻ്റെ ഫെയിലിയർ ഇപ്പോൾ ആസ് എ ടീച്ചർ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ സക്സസിനെക്കാട്ടും കൂടുതൽ ഇത് തോറ്റു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ട്രോമ കവറപ്പ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഇത് ആ ടീച്ചറിന് രീതി നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം അവർക്കൊരു പോയിന്റ് ചെയ്യുമ്പോൾ അവർ സാറ് നേരത്തെ പറഞ്ഞാൽ അവർ ഇമോഷണൽ പേഴ്സണലി ആണ് എടുക്കുന്നത്. എൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. സോ സാർ ഇപ്പോൾ പറഞ്ഞു വി ഓൾ ടെൽ ദം നമ്പർ ഓഫ് വേക്കൻസീസ് ആർ വെരി ലെസ്. അതെ. സോ അതിനകത്തുള്ളവരല്ലേ എടുക്കാൻ പറ്റും. ദെർ ഹാസ് ടു ബി എ ഫിൽട്ടർ. സോ യു വിൽ ബി ഫിൽട്ടർഡ് ഔട്ട് സംഹൗ. എങ്ങനെയെങ്കിലും അവർ എന്തെങ്കിലും ക്രൈറ്റീരിയ വെച്ചിട്ട് മാത്സിൻ്റെ ഏതെങ്കിലും മാർക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈക്വൽ മാർക്കുള്ള കുറേ പേര് വന്നാൽ എന്ത് ചെയ്യും? അതിനും സം ഫിൽട്ടർ വിൽ ബി അപ്ലൈഡ്. സോ ബിയോണ്ട് എ പോയിന്റ് ഇറ്റ്സ് നോട്ട് വിത്തിൻ യുവർ കൺട്രോൾ. അപ്പം യു ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട് മേ ബി ഫോർ 3 years. 3 years എന്ന് പറയുമ്പോൾ തന്നെ 4.5 years to 5 years ആയി. ആ 5 years കൂടുതൽ ലൈഫ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. കാരണം അങ്ങനെ ഇതിനകത്ത് കിട്ടിയാൽ ഐ ഡോണ്ട് നോ, ജസ്റ്റ് ബീയിങ് എ സിവിൽ സർവീസ് ഓഫീസർ, ഇഫ് ഇറ്റ് ഗിവ്സ് യു സോ മച്ച് ഓഫ് let us say life satisfaction, maybe it entails a great change in status and all that. പക്ഷേ അൾട്ടിമേറ്റ്ലി വെദർ യു വുഡ് ബി ഹാപ്പിയർ എന്നുള്ളത് ഐ റിയലി ഡൗട്ട്.